ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ സെക്കൻഡ് വോള്യമാണ് ഇന്ന് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് വോള്യം സ്റ്റാർട്ട് ചെയ്യുന്ന ചാപ്റ്റർ 9ാമത്തെ ചാപ്റ്റർ മുതലാണ്. റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്നുള്ളതാണ് പാഠത്തിൻ്റെ പേര്. ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് ആണ് ഈ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് റേ ഒപ്റ്റിക്സ് എന്നും ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്നുമാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ ക്ലാസ് ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ എടുക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അത് ഓൺലൈനായിട്ട് തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ ക്ലാസ് കാണും. നോക്കൂ, റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. എന്താണ് ഈ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ? ഒപ്റ്റിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രകാശത്തെക്കുറിച്ച്, പ്രകാശം കാണിക്കുന്ന പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഫിസിക്സിന്റെ ഒരു ബ്രാഞ്ച് എന്നാണ്. എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ദാറ്റ് എക്സ്പ്ലെയിൻ ദ ഫിനോമിന എക്സിബിറ്റഡ് ബൈ, പ്രൊഡ്യൂസ്ഡ് ബൈ ലൈറ്റ്. ആ ലൈറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് ഉപകരണങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, നമുക്കറിയാം. ആ ഉപകരണങ്ങളെ കുറിച്ചും ഈ ചാപ്റ്ററിൽ ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അതിനു മുമ്പ് ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താണ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ കുറെ കാലമായിട്ട് കേൾക്കുന്നതാണ്, കാണുന്നതാണ്. എന്താണ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ? അതെ, ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജിയാണ്. ഊർജത്തിന്റെ ഒരു രൂപം മാത്രമാണ്. കണ്ണിന് അത് സെൻസ് ചെയ്യുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും സാധിക്കുമെന്ന് മാത്രം. കാഴ്ച എന്ന അനുഭവം ഉണ്ടാക്കുന്ന ഊർജത്തിന്റെ ഒരു രൂപമാണ് ലൈറ്റ്. ശരിയല്ലേ? ലൈറ്റ് പലതരത്തിലുള്ള ഫിനോമിനകൾ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. റിഫ്ലക്ഷൻ ഉണ്ട്, റിഫ്രാക്ഷൻ ഉണ്ട്, ഇന്റർഫറൻസ് ഉണ്ട്, പോളറൈസേഷൻ ഉണ്ട്, ഡൈഫ്രാക്ഷൻ ഉണ്ട്, സ്കാറ്ററിംഗ് ഉണ്ട്, ഡിസ്പേർഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങളൊക്കെ ലൈറ്റ് കാണിക്കുന്നതാണ്. നോക്കൂ, ലൈറ്റ് ഇങ്ങനെ കാണിക്കുന്ന പ്രതിഭാസങ്ങളെ വിശദീകരിക്കുമ്പോൾ പ്രകാശത്തിന് കണികയുടെ സ്വഭാവമുണ്ട് എന്നും, നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്, കണികയാണ്, ഊർജത്തിന്റെ പാക്കറ്റുകളായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നും, അതല്ല ഇന്റർഫറൻസ്, ഡൈഫ്രാക്ഷൻ തുടങ്ങിയ ഫിനോമിനകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പ്രകാശത്തെ തരംഗമായി പരിഗണിക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ട് എന്നും നമുക്കറിയാം. അപ്പൊ പ്രകാശത്തിന് ഒരു കണികയുടെ സ്വഭാവം കാണിക്കാൻ പറ്റും, പ്രകാശത്തിന് ഒരു തരംഗത്തിന്റെ സ്വഭാവം കാണിക്കാൻ പറ്റും. ഇപ്പൊ ആക്ച്വലി ലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ലൈറ്റിന് പാർട്ടിക്കിൾ സ്വഭാവം കാണിക്കാൻ പറ്റും, ലൈറ്റിന് വേവ് നേച്ചറും കാണിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. സോ ലൈറ്റ് പൊസസ് ഡ്യുവൽ നേച്ചർ. പ്രകാശത്തിന് ദ്വൈത്വ സ്വഭാവം ഉണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ആക്ച്വലി ലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് വേവ് ആണ്, സംശയമൊന്നുമില്ല. തരംഗ രൂപത്തിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ വേവ് ലെങ്ത് വളരെ ചെറുതായതുകൊണ്ട് 10⁻⁻14 മീറ്ററിന്റെ ഓർഡറിൽ വരുന്നത് കൊണ്ട് മുന്നിൽ വരുന്ന വസ്തുക്കളുടെ സൈസിനനുസരിച്ച് പ്രകാശം ചിലപ്പോൾ പാർട്ടികൾ സഞ്ചരിക്കുന്നത് പോലെ നേരെ സഞ്ചരിക്കുന്നതായിട്ട് തോന്നും. അത്തരം സന്ദർഭങ്ങളിൽ ലൈറ്റിനെ വേവ് എന്ന് പരിഗണിക്കുന്നതിന് പകരം പാർട്ടിക്കിൾ എന്ന് പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫിസിക്സ് പറയാം. പ്രകാശം അതിന്റെ പാർട്ടിക്കിൾ സ്വഭാവത്തെ വെച്ചുകൊണ്ട് കാണിക്കുന്ന ഫിനോമിനകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എടുത്താൽ ആ ഒപ്റ്റിക്സിന്റെ പേരാണ് റേ ഒപ്റ്റിക്സ്. അതേസമയം പ്രകാശത്തെ വേവ് എന്ന് പറയുന്ന എക്സാക്ട് നേച്ചർ വെച്ചുകൊണ്ട് അത് കാണിക്കുന്ന ഫിനോമിനകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ കൺസിഡർ ചെയ്താൽ ആ ഒപ്റ്റിക്സിന്റെ പേരാണ് വേവ് ഒപ്റ്റിക്സ്. അപ്പൊ ഒപ്റ്റിക്സ് എത്ര തരം ഉണ്ടാവും? ഒപ്റ്റിക്സ് 2 തരത്തിലുണ്ടാവും. റേ ഒപ്റ്റിക്സ് ഉണ്ടാവും, വേവ് ഒപ്റ്റിക്സ് ഉണ്ടാവും. ഇവിടെ നമ്മൾ പ്രകാശത്തിന്റെ വേവ് ലെങ്ത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മുന്നിൽ വരുന്ന ഓബ്ജക്റ്റുകൾ, അതിൻ്റെ ഇടപെടുന്ന പാർട്ടിക്കിളിന്റെ സൈസ് എന്ന് പറയുന്നത് കുറച്ച് വലുതായതുകൊണ്ട് ഇവിടെ നമ്മൾ വേവ് നേച്ചറുള്ള ലൈറ്റിനെ പാർട്ടിക്കിൾ നേച്ചറിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യുകയും പാർട്ടിക്കിൾ നേച്ചർ വെച്ചുകൊണ്ട് പ്രകാശത്തിന്റെ കാണിക്കുന്ന ഫിനോമിനകളെ വിശദീകരിക്കുകയുമാണ് ശ്രമിക്കുന്നത്. സോ ഒപ്റ്റിക്സ് ഈസ് നോൺ ആസ് റേ ഒപ്റ്റിക്സ്. ഓക്കെ അല്ലോ? പ്രകാശത്തെ കുറിച്ച് പഠിക്കുന്ന ഫിസിക്സിന്റെ ബ്രാഞ്ചാണ് ഒപ്റ്റിക്സ്. 2 തരത്തിൽ പ്രകാശത്തെ പരിഗണിക്കാം. പാർട്ടിക്കിളായിട്ട്, കണികയായിട്ട് പരിഗണിക്കാം, എങ്കിൽ റേ ഒപ്റ്റിക്സ് എന്ന് വിളിക്കും. പാർട്ടിക്കിളിന് പകരം വേവായിട്ട് ലൈറ്റിനെ പരിഗണിച്ചാൽ വേവ് ഒപ്റ്റിക്സ് എന്നും വിളിക്കും.
വേവ് ഒപ്റ്റിക്സിന്റെ ഒരു അപ്രോക്സിമേഷൻ മാത്രമാണ് റേ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന നമ്മൾ പറയാൻ പോകുന്ന ചാപ്റ്റർ. അങ്ങനെ റേ ഒപ്റ്റിക്സ് ആയിട്ട് പരിഗണിച്ചാൽ ഒരു പാർട്ടിക്കിൾ നേർരേഖയിൽ സഞ്ചരിച്ചാൽ, പ്രകാശം എന്ന് പറയുന്ന പാർട്ടിക്കിളിന്റെ നേർരേഖയിലൂടെയുള്ള കണികയുടെ പ്രവാഹമാണ് എന്ന് വിചാരിച്ചാൽ ആ കണിക ഫോളോ ചെയ്യുന്ന പാതയെ വിളിക്കുന്ന പേരാണ്, പാത്ത് ഫോളോഡ് ബൈ ദ പാർട്ടിക്കിൾ ഓഫ് ദ ലൈറ്റ് ഈസ് നോൺ ആസ് റേ. അങ്ങനെ ഒരു കൂട്ടം റേകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബീം ഓഫ് ലൈറ്റ്. റേ ഓഫ് ലൈറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ an arrow mark. ബീം ഓഫ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ആരോ മാർക്കുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബീം ഓഫ് ലൈറ്റ് എന്ന് വിളിക്കുന്നത്. ഈ ലൈറ്റ് ഒരു പ്രതലത്തിൽ ചെന്നിടിച്ച് തിരിച്ചു പോരുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റിഫ്ലക്ഷൻ. അതിൽ ചില നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ അനുസരിച്ച് തിരിച്ചു പോരണം. പ്രകാശം ഒരു മാധ്യമത്തിലൂടെ സഞ്ചരിച്ചു വരികയും ഒരു സർഫസിൽ തട്ടുകയും തിരിച്ചു പോരുകയും ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരാണ് റിഫ്ലക്ഷൻ. ചിലപ്പോൾ ഒരു മാധ്യമത്തിലൂടെ കടന്നുപോയി അടുത്ത മാധ്യമത്തിലേക്ക് ഇറങ്ങിച്ചൊല്ലും ലൈറ്റ്. ഇപ്പൊ വാട്ടറിൽ ലൈറ്റ് ചെന്ന് വീണാൽ വാട്ടറിലേക്ക് ഇറങ്ങും ലൈറ്റ്. അപ്പൊ ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലേക്ക് കടക്കുന്നുണ്ട്. ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുക റിഫ്രാക്ഷൻ എന്നാണ്. ഞാൻ അതല്ല പറയുന്നത്. ഒരു മീഡിയത്തിലൂടെ കടന്നു വരികയും ഒരു സ്ഥലത്ത് ഇടിക്കുകയും അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു പോരുകയും ചെയ്താൽ ആ പ്രോസസ്സിന്റെ പേരാണ് റിഫ്ലക്ഷൻ. എല്ലാ തിരിച്ചു പോരലുകളെയും പെർഫെക്റ്റ് റിഫ്ലക്ഷനിൽ നമ്മൾ പറയാറില്ല. റിഫ്ലക്ഷൻ ആയിരിക്കണമെങ്കിൽ ചില നിയമങ്ങൾ അത് അനുസരിച്ചിരിക്കണം. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റിഫ്ലക്ഷന്റെ നിയമങ്ങൾ, ഇത് പ്രോസസ്സിനെയാണ് യഥാർത്ഥത്തിൽ റിഫ്ലക്ഷൻ എന്ന് വിളിക്കേണ്ടത് എന്ന് നോക്കാം. ഞാനിവിടെ ഒരു മിറർ എടുത്തിട്ടുണ്ട്. ഒരു പ്ലെയിൻ സർഫസ് ആണ്. ആ മിററിലേക്ക് ഒരു ലൈറ്റ് റേ വന്നിടിക്കുന്നുണ്ട്. ആ ലൈറ്റ് റേ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് PQ എന്നാണ്. അത് വന്നിടിക്കുന്ന ലൈറ്റ് ആണ്. അത് മിററിൽ ചെന്നിടിക്കുകയും തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. ഈ നടന്ന പ്രോസസ് ഒരു റിഫ്ലക്ഷൻ ആയിരിക്കണമെങ്കിൽ അത് ഒന്നാമത് ഈ പറയുന്ന ലോ അനുസരിച്ചിരിക്കണം എന്നതാണ്. നോക്കൂ, വന്ന് ഇടിച്ച ആംഗിളിലാണോ തിരിച്ചു പോയിരിക്കുന്നത് എന്ന് എനിക്കറിയാൻ ആംഗിൾ അളക്കാൻ ഒരു റെഫറൻസ് വേണം. ആംഗിൾ അളക്കാൻ ഞാൻ എടുക്കുന്ന റെഫറൻസിനെയാണ് N എന്ന് രേഖപ്പെടുത്തി വെച്ചത്. നോർമൽ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഏതാണോ റിഫ്ലക്ഷൻ കാണിക്കുന്ന സർഫസ്, ആ സർഫസിന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ 90 ഡിഗ്രിയിൽ വരയ്ക്കുന്ന വരയുടെ പേരാണ് നോർമൽ. ഇറ്റ് ഇസ് ആൻ ഇമാജിനറി ലൈൻ. എന്തിനാണ് അങ്ങനെ ഒരു ലൈൻ അസ്യൂം ചെയ്യണമെന്ന് ചോദിച്ചാൽ, ആ ലൈനിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വന്നിടിക്കുന്ന ലൈറ്റ് ഉണ്ടാക്കുന്ന ആംഗിളും തിരിച്ചു പോകുന്ന ലൈറ്റ് ഉണ്ടാക്കുന്ന ആംഗിളും ഒക്കെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. That imaginary line drawn perpendicular to the reflecting surface is known as normal. നോർമലുമായി വന്നിടിക്കുന്ന ലൈറ്റ് ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പേരാണ് I, angle of incidence. തിരിച്ചിറങ്ങി പോകുന്ന ലൈറ്റ് QR, തിരിച്ച് അതേ മീഡിയത്തിലേക്ക് പോകുന്ന ലൈറ്റ് QR ഉണ്ടാക്കുന്ന ആംഗിൾ R എന്നാണ് ലേബൽ ചെയ്തത്. ഇറ്റ് ഈസ് കോൾഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. നോക്കൂ, രണ്ട് ആംഗിളും നോർമലിനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മീൻസ് ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡന്റ് ലൈറ്റ് ആൻഡ് നോർമൽ. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ മീൻസ് ആംഗിൾ ബിറ്റ്വീൻ റിഫ്ലക്റ്റഡ് ലൈറ്റ് ആൻഡ് നോർമൽ. അതിപ്പോ നോർമലിന്റെ ആവശ്യകത ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു പ്രോസസ്സ് ലൈറ്റ് തട്ടി തിരിച്ചു പോകുന്ന പ്രോസസ്സ് റിഫ്ലക്ഷൻ ആയിരിക്കണമെങ്കിൽ ഒന്നാമത്തെ നിയമം ഇതാണ്: ഇൻസിഡന്റ് ലൈറ്റ്, റിഫ്ലക്റ്റഡ് ലൈറ്റ്, നോർമൽ. ഇത് മൂന്നും ഒരു പ്രതലത്തിൽ വരയ്ക്കാൻ സാധിക്കണം. ഒരു പ്രതലം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്ലെയിൻ സർഫസിൽ ഇതിന് മൂന്നിനെ ഒരുമിച്ച് വരയ്ക്കാൻ പറ്റണം. ദിസ് ഈസ് ദ ഫസ്റ്റ് ലോ. ഇൻസിഡന്റ് ലൈറ്റ്, റിഫ്ലക്റ്റഡ് ലൈറ്റ് ആൻഡ് നോർമൽ ഷുഡ് ബി ഇൻ സെയിം പ്ലെയിൻ. രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത് ആ പ്രോസസ് റിഫ്ലക്ഷൻ ആയിരിക്കുമോ എന്ന് ഉറപ്പിക്കുന്ന ലോ ആണ്. അതാണെങ്കിൽ മാത്രമേ റിഫ്ലക്ഷൻ ആണ് 100% പറയാൻ പറ്റൂ. എന്താണ് റിഫ്ലക്ഷൻ ആയിരിക്കാനുള്ള നിയമം എന്ന് ചോദിച്ചാൽ, വന്നിടിക്കുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I, അത് തിരിച്ചു പോകുന്ന ആംഗിളിന് ഈക്വൽ ആയിരിക്കണം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണെങ്കിൽ ആ പ്രോസസ് എന്തായിരിക്കും എന്ന് പറയുന്നത്? റിഫ്ലക്ഷൻ ആയിരിക്കും.
ഐ നോട്ട് ഈക്വൽ ടു ആർ ആണെങ്കിലോ തിരിച്ചു പോരാ. അങ്ങനെയൊക്കെ വന്നിടിച്ച ആംഗിളിൽ അല്ലാണ്ട് തിരിച്ചു പോരാം. ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് റിഫ്ലക്ഷൻ. അതിന് വേറെ പേരൊക്കെ അറിയപ്പെടുക, സ്കാറ്ററിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കൃത്യമായ റിഫ്ലക്ഷൻ ആണ്. വന്നിടിച്ച അതേ ആംഗിളിൽ തിരിച്ചു പോകും. ആദ്യത്തെ നിയമം റിഫ്ലക്ഷൻ ആണോ എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന, നമ്മളെ എത്തിപ്പിക്കുന്ന ലോ ആണ്. ഒരു പ്രോസസ്സ് റിഫ്ലക്ഷൻ ആയിരിക്കണമെങ്കിൽ ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലും ഒരു പ്രതലത്തിൽ വരയ്ക്കാൻ സാധിക്കണം. ഇത് രണ്ടും അനുസരിച്ച് കഴിഞ്ഞാൽ that process is definitely a reflection. Okay. അടുത്തത് റിഫ്ലക്ഷൻ ബൈ സ്പെറിക്കൽ മിറേഴ്സ്. സ്പെറിക്കൽ മിററുകളിലൂടെയുള്ള റിഫ്ലക്ഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ സ്പെറിക്കൽ മിറർ എന്ന് പറഞ്ഞാൽ? സ്പെറിക്കൽ മിറർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മിറർ ഒരു സ്പിയറിന്റെ ഭാഗമായിട്ട് വരുന്നതാണെങ്കിൽ, ഒരു സ്പിയറിനെ മുറിച്ചെടുത്ത കഷ്ണമാണെങ്കിൽ ആ സ്പിയർ മിററിന്റെ പേരാണ് സ്പെറിക്കൽ മിറേഴ്സ്. നമുക്കറിയാം സ്പെറിക്കൽ മിറർ രണ്ട് തരത്തിൽ സ്പെറിക്കൽ മിറർ നമ്മൾ പറയും. കോൺകേവ് സ്പെറിക്കൽ മിറർ ഉണ്ട്, കോൺവെക്സ് സ്പെറിക്കൽ മിറർ ഉണ്ട്. കോൺകേവ് മിറർ ആൻഡ് കോൺവെക്സ് മിറർ. എന്താ കോൺകേവ് മിററിന്റെ പ്രത്യേകത? കോൺകേവ് മിററിൽ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്ന ഭാഗം ഉള്ളിലേക്ക് കുഴിഞ്ഞതായിരിക്കും. കോൺവെക്സ് സ്പെറിക്കൽ മിററിൽ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്ന ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായിരിക്കും. നോക്കൂ, ഈ രണ്ട് മിററുകളും ഒരു സ്പിയറിന്റെ ഭാഗമായിട്ട് വരയ്ക്കാം. ആ ഭാഗം വെച്ചുകൊണ്ട്, മിറർ വെച്ചുകൊണ്ട് വലിയ സ്പിയറിനെ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ആ കണ്ണാടിയെ എന്ത് വിളിച്ചിട്ടുള്ളത്? സ്പെറിക്കൽ മിറർ എന്നുള്ളത്. അപ്പൊ ഞാനിവിടെ വരച്ചിരിക്കുന്നത് നോക്കുക. ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ള സ്പെറിക്കൽ മിറർ. ഇതിന്റെ ഉള്ളിലേക്ക് ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്ന ഭാഗം ഇവിടെയാണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ മെർക്കുറി കോട്ട് ചെയ്തിട്ടുണ്ടാവും. മെർക്കുറി കോട്ട് ചെയ്താണ് ഈ കാണിച്ചു വെച്ചിട്ടുള്ളത്. ഈ കാണുന്ന ഭാഗം വെച്ചുകൊണ്ട് എനിക്കൊരു ഒരു വലിയ സ്പിയർ അസ്യൂം ചെയ്യാം. അസ്യൂം ചെയ്ത സ്പിയർ ആയതുകൊണ്ട് ഞാൻ അതിന് ഡോട്ടഡ് ലൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ആക്ച്വലി ഇവിടെ അങ്ങനെ ഒരു സ്പിയർ ഇല്ല, ഞാൻ ഇമാജിൻ ചെയ്താണ്. അപ്പൊ ആ സ്പിയറിന്റെ ഒരു ഭാഗം മുറിച്ചെടുത്തതാണ് ഞാൻ ഈ പറയുന്ന കോൺകേവ് മിറർ. അതുകൊണ്ടാണ് കോൺകേവ് മിററിനെ എന്ത് വിളിച്ചത്? സ്പെറിക്കൽ മിറർ എന്ന്. ഞാൻ ഈ ഭാഗം അങ്ങ് മാറ്റി കളയാം. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ അത് ഉണ്ടാവണം. അത് കോൺകേവ് സ്പെറിക്കൽ. അപ്പൊ കോൺകേവ് സ്പെറിക്കൽ മിറർ ഒരു സ്പിയറിന്റെ ഭാഗമായിട്ട് വരയ്ക്കാം. അതുകൊണ്ട് അതൊരു സ്പെറിക്കൽ മിറർ എന്നുള്ള പേരിൽ വിളിക്കുന്നു. ആ ഇമാജിൻ ചെയ്ത സ്പിയറിന്റെ സെന്ററിനെ വിളിക്കുന്ന പേരാണ് സെന്റർ ഓഫ് കർവേച്ചർ. ഇമാജിൻ ചെയ്ത സ്പിയറിന്റെ സെന്റർ. ഇത് കോൺകേവ് ആണെങ്കിൽ ഇതെന്താണ്? ഇത് കോൺവെക്സ് ആണ്. അപ്പൊ കോൺവെക്സിനും ഉണ്ടായിരിക്കും ഒരു സെന്റർ ഓഫ് കർവേച്ചർ, സി എന്നാണ് രേഖപ്പെടുത്തുക. അത് നിൽക്കുന്നത് വായുവിലാണ് കേട്ടോ, ആ മിററിന്റെ മേലെയല്ല. തന്നിരിക്കുന്ന മിററിന്റെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന സെന്ററിനെ വിളിക്കുന്ന പേരാണ് പോൾ ഓഫ് ദി മിറർ. രണ്ടാമത്തെ ആളാണ് പോൾ ഓഫ് ദി മിറർ. എന്താ പോൾ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ജോമെട്രിക്കൽ സെന്റർ ഓഫ് ദി ഗിവൺ മിറർ. തന്നിരിക്കുന്ന മിററിന്റെ ടച്ച് ചെയ്യാൻ പറ്റുന്ന സെന്റർ, മിററിന്റെ മുകളിലുള്ള സെന്റർ ആണ് പോൾ. ഇപ്പൊ കോൺവെക്സിനും കോൺകേവിനും എന്തുണ്ട്? പോൾ ഉണ്ട്. സെന്റർ ഓഫ് കർവേച്ചർ സ്പിയറിന്റെ സെന്ററും പോൾ എന്ന് പറയുന്നത് കണ്ണാടിയുടെ സെന്ററുമാണ്. ഈ സെന്റർ ഓഫ് കർവേച്ചറിലൂടെയും പോളിലൂടെയും നമ്മൾ ഇമാജിൻ ചെയ്ത് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. Okay. A straight line passing through center of curvature and pole of the mirror is known as principal axis. Okay അല്ല? അത് കോൺവെക്സിനും കോൺകേവിനും ഒരു പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ടാവും. ഈ പ്രിൻസിപ്പൽ ആക്സിസ് കടന്നു പോയിരിക്കുന്നത് കണ്ണാടിയുടെ സർഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. കാരണം ഒരു സ്പിയറിന്റെ സെന്ററിൽ നിന്ന് സർഫേസിലേക്ക് വരയ്ക്കുന്ന എല്ലാ ലൈൻസും സർഫേസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അഥവാ സർഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കടന്ന് പോകുക. നോക്കൂ, ഇങ്ങനെയുള്ള കോൺകേവ് സ്പെറിക്കൽ മിറർ അല്ലെങ്കിൽ കോൺവെക്സ് സ്പെറിക്കൽ മിററിൽ അതിന്റെ മുകളിൽ ഒരു ഓബ്ജക്റ്റ് കൊണ്ടുപോയി വെച്ചാൽ ഈ ഓബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് കണ്ണാടിയിൽ വന്ന് പതിക്കും. കണ്ണാടിയിൽ വന്ന് പതിക്കുന്ന ലൈറ്റ് നോക്കൂ, ഓബ്ജക്റ്റ് ദൂരെയാണെങ്കിൽ പാരലൽ ആയിട്ടാണ് വന്ന് പതിക്കുക.
ഈ പാരലായിട്ട് കോൺകേവ് മിറർ ലൈറ്റ് വന്ന് വീണാൽ റിഫ്ലക്ഷന് ശേഷം ഇവയെല്ലാം പ്രിൻസിപ്പൽ ആക്സിസിലെ ഒരൊറ്റ പോയിന്റിലൂടെ കടന്നു പോകും. That point on the principal axis is represented as F, which is known as principal focus of the mirror. When a parallel beam of light is incident on the concave mirror, after reflection, the light passes through a single point on the principal axis. That single point on the principal axis is known as principal focus of concave mirror. നമുക്ക് കോൺകേവ് മിററിനെ സംബന്ധിച്ച് പാരലൽ ലൈറ്റ് വന്ന് വീണാൽ പ്രതിഫലനത്തിന് ശേഷം ഒരൊറ്റ പോയിന്റിലൂടെ കൂടിച്ചേർന്നിട്ടാണ് പോവുക. ലൈറ്റ് എവിടെയാണോ കൂടിച്ചേരുന്നത് ആ സ്ഥലത്ത് അതിന്റെ പ്രതിബിംബം അഥവാ ഇമേജ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു സ്ക്രീനെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇമേജ് കിട്ടുമല്ലേ. അതുകൊണ്ട് ലൈറ്റ് പാരലായിട്ട് വന്ന് വീണാൽ കൃത്യം ഒരു പോയിന്റിൽ അത് ഇമേജിനെ തന്നിരിക്കും. എന്നാൽ നിങ്ങൾ ഒരു കോൺവെക്സ് മിററിനെ സംബന്ധിച്ച് ലൈറ്റ് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് കണ്ണാടിയിൽ ചെന്ന് വീണാൽ കോൺവെക്സ് മിറർ ഈ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യിക്കുമ്പോൾ അകന്നു പോകുന്നത് പോലെയാണ് വിടുന്നത്. എന്നാൽ ഈ റിഫ്ലക്റ്റഡ് ലൈറ്റിനെ പുറകിലോട്ട് നീട്ടി വരച്ചാൽ, ഒന്ന് ഇമാജിൻ ചെയ്ത് വരച്ചാൽ, ഈ ലൈറ്റ് എല്ലാം പ്രിൻസിപ്പൽ ആക്സിസിലെ ഒരൊറ്റ പോയിന്റിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്നത് പോലെ കാണാൻ പറ്റും. നേരത്തെ എല്ലാവരും ഒരു സ്ഥലത്ത് കൂടിച്ചേർന്നു. ഇപ്പൊ നമ്മൾ ഈ അകന്നു പോകുന്ന ലൈറ്റിനെ ഒരു പോയിന്റിലേക്ക് നീട്ടി വരച്ചാൽ ആ പോയിന്റിൽ അത് കൃത്യമായിട്ട് കൂടിച്ചേരുന്നിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. ആ പ്രിൻസിപ്പൽ ആക്സിസിലെ കൂടിച്ചേർന്നായിരിക്കുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. വേറെ ഇതിൽ പറഞ്ഞാൽ പ്രിൻസിപ്പൽ ഫോക്കസ് കോൺവെക്സ് മിററിനും കോൺകേവ് മിററിനും ഡിഫറെന്റ് ആണ്. കോൺകേവ് മിററിന് റിഫ്ലക്ഷന് ശേഷം കൃത്യമായിട്ടൊരു സ്ഥലത്ത് കൂടിച്ചേരുമ്പോൾ കോൺവെക്സ് മിററിനെ സംബന്ധിച്ച് റിഫ്ലക്ട് ചെയ്ത ലൈറ്റ് അകന്നു പോകുന്നതായിട്ടാണ് തോന്നുക. പുറകിലേക്ക് നീട്ടി വരയ്ക്കുമ്പോൾ ഒരു പോയിന്റിൽ നിന്ന് എല്ലാം ഉത്ഭവിച്ചു വരുന്നത് പോലെ തോന്നും. It will appear to diverge from a fixed point on the principal axis. That fixed point on the principal axis is known as principal focus of convex mirror. രണ്ട് പേർക്ക് രണ്ട് രീതിയിലാണ് പ്രിൻസിപ്പൽ ഫോക്കസ് പറയേണ്ടത്. Concave mirror, when parallel beam of light is incident on concave mirror, after reflection, light passes through a single point on the principal axis, which is known as principal focus of concave mirror. Convex mirror now, when parallel beam of light is incident on convex mirror, after reflection, the light will appear to diverge from a fixed point. Appear to diverge. നമുക്ക് തോന്നുന്നതാണ് ഒരു പോയിന്റിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്നത്. That fixed point on the principal focus is known as principal focus of convex mirror. Okay അല്ലോ. ഒരു കണ്ണാടിയുടെ ഒരു മിററിന്റെ പോളിൽ നിന്ന് പ്രിൻസിപ്പൽ ഫോക്കസ് വരെയുള്ള അകലത്തെ വിളിക്കുന്ന പേരാണ് ഫോക്കൽ ലെങ്ത്. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ സ്മോൾ ലെറ്റർ എഫ്. നേരത്തെ പ്രിൻസിപ്പൽ ഫോക്കസ് ക്യാപിറ്റൽ എഫ് ആണ്, ഇത് സ്മോൾ ലെറ്റർ എഫ് ആണ്. ഇവിടെയാണ് ഇമേജ് ഫോം ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ലൈറ്റ് കൂടിച്ചേരുന്ന സ്ഥലത്തൊരു ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. കണ്ണാടിയിൽ നിന്ന്, കണ്ണാടിയുടെ പോളിൽ നിന്ന് ഇമേജിലേക്കുള്ള അകലത്തെ വിളിക്കുന്ന പേരാണ് ഇമേജ് ഡിസ്റ്റൻസ്. And it is represented by V, small letter. എന്തായാലും ഇവിടെ നിന്ന് പാരലൽ ബീം ഓഫ് ലൈറ്റ് വരിക എന്ന് പറഞ്ഞാൽ ഓബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് ആണ് പോകുന്നത്. ഇപ്പൊ കണ്ണാടിയുടെ മുന്നിൽ ഒരു ഓബ്ജക്റ്റ് വെച്ചാൽ കണ്ണാടിയിലേക്ക് അത് ലൈറ്റിനെ വിടുന്നുണ്ട്. ആ ഓബ്ജക്റ്റിലേക്ക്, ഇവിടെ വെച്ചിരിക്കുന്ന ഓബ്ജക്റ്റിലേക്ക് കണ്ണാടിയുടെ പോളിൽ നിന്നുള്ള അകലത്തെ വിളിക്കുന്ന പേരാണ് ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ്. It is represented by U. ഇപ്പൊ ഇമേജ് ഡിസ്റ്റൻസ് ആയി, ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആയി, ഫോക്കൽ ലെങ്ത് ആയി. ഓക്കെ, ഒരു കണ്ണാടിയുടെ റിഫ്ലക്ഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായല്ലോ?
സ്പെറിക്കൽ മിററുകളുടെ അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ. നോക്കൂ, ഒരു സ്പെറിക്കൽ മിററിന്റെ പ്രത്യേകത സ്പിയറിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ സ്പിയറിന്റെ സെന്റർ മുതൽ സ്പിയറിന്റെ സർഫസ് വരെയുള്ള അകലത്തെ എന്ത് വിളിക്കണം? റേഡിയസ് എന്ന് വിളിക്കണം. ശരിക്കും പറഞ്ഞാൽ കണ്ണാടിയുടെ സർഫസിൽ നിന്ന് അഥവാ പോളിൽ നിന്ന് കണ്ണാടി ഭാഗമായി വരുന്ന സ്പിയറിന്റെ സെന്ററിലേക്കുള്ള അകലത്തെ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് curvature. It is the distance from pole to center of curvature and that is represented by capital R. Okay അല്ല, പോളിൽ നിന്ന് സെന്റർ ഓഫ് കർവേച്ചർ വരെയുള്ള അകലത്തിന്റെ പേരാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. നെക്സ്റ്റ് ഈസ് റേ ഡയഗ്രം. നമ്മൾ വരയ്ക്കുന്ന റേ വെച്ചുകൊണ്ട് ഓബ്ജക്റ്റിൽ നിന്നുള്ള വരുന്ന ലൈറ്റ്, തിരിച്ചു പോകുന്ന ലൈറ്റ്, അത് കൂടിച്ചേരുന്ന പോയിന്റിൽ ഇമേജ് ഉണ്ടാകുന്നത് എല്ലാം കൂടി നമ്മൾ പറയുന്ന പേരാണ് റേ ഡയഗ്രാം. റേകൾ വെച്ചുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ഡയഗ്രത്തിന്റെ പേരാണ് റേ ഡയഗ്രാം. നോക്കൂ, അങ്ങനെ റേ ഡയഗ്രാം നമ്മൾ വരയ്ക്കുമ്പോൾ ഞാൻ ഈ വരച്ചതിലെല്ലാം വലത്തു ഭാഗത്ത് കണ്ണാടി വെച്ചിരിക്കുന്നു, ഇടത്തു ഭാഗത്ത് ലൈറ്റ് അങ്ങോട്ട് പോകുന്നതായിട്ട് വരച്ചിട്ടുള്ളത്. അതിനൊരു കാരണമുണ്ട്. റേ ഓപ്റ്റിക്സിൽ നിങ്ങൾ ഡയഗ്രാംസ് വരയ്ക്കുമ്പോൾ ചില നിയമങ്ങൾ അടിസ്ഥാനമാക്കി മാത്രമേ വരയ്ക്കാൻ പാടുള്ളൂ. എന്താണ് ആ നിയമം എന്ന് ചോദിച്ചാൽ, റേ ഡയഗ്രാംസ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന നിയമത്തിന്റെ പേരാണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പ്രകാരം മാത്രമേ റേ ഡയഗ്രാം ഫിസിക്സിലെ ഒപ്റ്റിക്സിൽ വരയ്ക്കാവൂ. അത് പറയുന്നത്, ഒരു റേ ഡയഗ്രാം നിങ്ങൾ വരയ്ക്കുമ്പോൾ ലൈറ്റ് റേ ഇടത്തു ഭാഗത്ത് നിന്ന് വലത്തു ഭാഗത്തേക്ക് പോകുന്ന രീതിയിൽ വരയ്ക്കണം. അപ്പൊ ഞാൻ വരച്ചിരിക്കുന്നതൊക്കെ റേ ഡയഗ്രാം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോണ രീതിയിലാണ്, കണ്ടോ? അങ്ങനെ വരയ്ക്കാവൂ എന്ന് നമ്മളോട് പറയുന്നത് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ആണ്. അത് മാത്രമല്ല, ഒരു കോൺകേവ് മിറർ ആണ് ഞാൻ എക്സാമ്പിൾ ആയി എടുക്കുന്നതെങ്കിൽ കോൺകേവിന്റെ സെന്റർ പോള്, അത് ഭാഗമായി വരുന്ന സ്പിയറിന്റെ സെന്റർ, സെന്റർ ഓഫ് കർവേച്ചർ, രണ്ടിലൂടെയും കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. നോക്കൂ, പ്രിൻസിപ്പൽ ആക്സിസിന്റെ മുകളിലേക്ക് നിങ്ങൾ ഒരു ഓബ്ജക്റ്റ് വെച്ചാൽ ഓബ്ജക്റ്റ് നമുക്ക് OB എന്ന് രേഖപ്പെടുത്തും. അത് ചിലപ്പോൾ ഇമേജിനെ തരുന്നത് തല തിരിഞ്ഞിട്ടായിരിക്കും, കോൺകേവ് മിറർ ആക്കും. അപ്പോ പ്രിൻസിപ്പൽ ആക്സിസിന്റെ മുകളിലേക്കാണ് ഹൈറ്റ് നിൽക്കുന്നതെങ്കിൽ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പറയുന്നത് ഹൈറ്റ് പോസിറ്റീവ് ആയിരിക്കണം. അതേസമയം പ്രിൻസിപ്പൽ ആക്സിന്റെ താഴേക്കായിട്ട്, അത് തല തിരിഞ്ഞ ഇമേജ് ആണ് വരുന്നതെങ്കിൽ ഹൈറ്റ് നെഗറ്റീവ് ആയിട്ടും എടുക്കണം. അപ്പൊ രണ്ട് നിയമമായി. ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് വരയ്ക്കണം എല്ലാ റേസും. ഹൈറ്റ് എബവ് പ്രിൻസിപ്പൽ ആക്സിസ് പോസിറ്റീവും ഹൈറ്റ് ബിലോ പ്രിൻസിപ്പൽ ആക്സിസ് നെഗറ്റീവുമായിട്ട് എടുക്കണം. മനസ്സിലായല്ലോ? എല്ലാ ഡിസ്റ്റൻസുകളും, പ്രധാനപ്പെട്ട പോയിന്റ് അടുത്ത് പറയുന്നു, എല്ലാ ഡിസ്റ്റൻസുകളും കണ്ണാടിയുടെ പോളിൽ നിന്ന് തുടങ്ങുന്ന രീതിയിൽ അളങ്ങണം. All distance should be measured from the pole of the mirror. സ്റ്റാർട്ടിംഗ് പോയിന്റ് പോളാണ്. അപ്പൊ ഞാനൊരു ഓബ്ജക്റ്റിലേക്കുള്ള അകലം പറയുമ്പോ എവിടെ നിന്ന് ഏത് വരെയാണ് ഓബ്ജക്റ്റിലേക്കുള്ള അകലം എന്ന് ചോദിച്ചാൽ, കണ്ണാടിയുടെ പോളിൽ നിന്ന് ഓബ്ജക്റ്റ് വരെയുള്ള ഈ അകലമാണ് ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് U. അങ്ങനെയാണെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസ് എന്താവും? കണ്ണാടിയുടെ പോളിൽ നിന്ന് ഇമേജിലേക്കുള്ള അകലം, ഇമേജ് നമുക്ക് IM എന്ന് ലേബൽ ചെയ്യാം. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലമാണ് V. ഇതിലെടുക്ക എവിടെയെങ്കിലും ഒരു F ഉണ്ടാവും. എന്താണ് ഫോക്കൽ ലെങ്ത്? നേരത്തെ എഴുതി വെച്ചതാ. കണ്ണാടിയുടെ പോളിൽ നിന്ന് പ്രിൻസിപ്പൽ ഫോക്കസ് വരെയുള്ള അകലത്തെ വിളിക്കുന്ന പേരാണ് ഫോക്കൽ ലെങ്ത്. ഇപ്പൊ എല്ലാ അളവിന്റെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെ വരണം? പോളിൽ വരണം. നമ്മൾ ലൈറ്റിനെ അങ്ങോട്ട് വരച്ചപ്പോ അളവ് ഇങ്ങോട്ടാ പറയുന്നത്. ഈ അളവുകൾ ലൈറ്റ് വന്ന് വീഴുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റ് ആണെങ്കിൽ ആ അളവുകളെല്ലാം നെഗറ്റീവ് ആയിട്ട് എടുക്കണം. ന്യൂ കാർട്ടീഷ്യന്റെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അളവ് പോകുന്ന ഡയറക്ഷനും ലൈറ്റ് വന്ന ഡയറക്ഷനും ഓപ്പോസിറ്റ് ആണെങ്കിൽ നെഗറ്റീവ് എടുക്കണം. അതേസമയം അളവ് പോകുന്ന ഡയറക്ഷനും ലൈറ്റ് വന്നു വീഴുന്ന ഡയറക്ഷനും സെയിം ആയിട്ട് ചിലപ്പോൾ വരും. അത് റേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് കാണാം. അങ്ങനെ വന്നാൽ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പറയുന്നത് അത്തരം അളവുകളെ പോസിറ്റീവായിട്ടും എടുക്കണം. 4 പോയിന്റുകളാണ് ഞാൻ പറഞ്ഞത് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. ഇടത്ത് നിന്ന് ചിത്രം റേ ഡയഗ്രാം വലത്തോട്ടേക്ക് വരയ്ക്കണം, റേ പോകുന്ന രീതിയിൽ.
പ്രിൻസിപ്പൽ ആക്സിന് മുകളിലുള്ള ഹൈറ്റ് പോസിറ്റീവും അതിന് താഴേക്ക് പോകുന്ന ഹൈറ്റ് നെഗറ്റീവ് എടുക്കണം. എല്ലാ ഡിസ്റ്റൻസുകളും കണ്ണാടിയുടെ പോളിൽ നിന്ന് തുടങ്ങുന്ന രീതിയിൽ പറയണം. അങ്ങനെ പറയുമ്പോൾ വന്നു വീഴുന്ന ലൈറ്റിന് വിപരീതമായിട്ടാണ് അളവ് പോകുന്നതെങ്കിൽ അതൊക്കെ നെഗറ്റീവ് പറയണം. വന്നു വീഴുന്ന ലൈറ്റിന്റെ അതേ ഡയറക്ഷനിലാണ് ഈ അളവുകൾ കണക്കുമ്പോൾ കിട്ടുന്നതെങ്കിൽ അതൊക്കെ പോസിറ്റീവും എടുത്തിരിക്കണം. These are the important points in New Cartesian sign convention. ഓക്കെ, ഇനി നമുക്ക് റേ ഡയഗ്രാം ഒന്ന് വരച്ചു നോക്കാം. എങ്ങനെയാണ് റേ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്ന്. ഒരു കോൺകേവ് മിററിന്റെ റേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. റേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ 2 റേകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഡയഗ്രാം വരയ്ക്കുക. കൂടുതൽ ആവശ്യമില്ല, കാരണം 2 ലൈറ്റ് റേകൾ കൂടിച്ചേരുന്ന സ്ഥലത്ത് ഇമേജ് ഫോം ചെയ്യും എന്നുള്ളതാണ് തിയറി. അപ്പൊ ഞാൻ ഒരു കോൺകേവ് മിറർ പറഞ്ഞിട്ടുണ്ട്. ഇത് അതിന്റെ ലൈറ്റ് കടന്നു പോകാത്ത സർഫസും ഇത് അതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസുമാണ്. ഇവിടെ മെർക്കുറി കോട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് ഈ ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കണ്ണാടിയുടെ നമുക്ക് ടച്ച് ചെയ്യാൻ വരുന്ന സെന്ററിന്റെ പേരാണ് പോളർ. കണ്ണാടി ഭാഗമായി വരുന്ന സ്പിയറിന്റെ സെന്റർ ഓഫ് കർവേച്ചർ, അതിലൂടെയുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ പ്രിൻസിപ്പൽ ആക്സിസ്, ഒരു പ്രിൻസിപ്പൽ ഫോക്കസ് ഉണ്ടാവും. കാരണം റിഫ്ലക്റ്റഡ് ലൈറ്റ് കടന്നു പോകുന്ന പോയിന്റ് ആണ് പ്രിൻസിപ്പൽ ഫോക്കസ്. പാരലൽ ബീം ലൈറ്റ് വന്ന് വീഴണം എന്നാണ് കണ്ടീഷൻ. അപ്പോ ഒരു പാരലൽ ബീം പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ബീം കണ്ണാടിയിൽ ചെന്ന് വീണു എന്ന് കരുതുക. റിഫ്ലക്ഷൻ നിയമങ്ങൾ അനുസരിച്ച് അത് തിരിച്ചു വരും. കോൺകേവ് മിററിന് പാരലൽ ആയിട്ട് ലൈറ്റ് വന്ന് വീണാൽ അത് തിരിച്ചു പോകുന്നത് തീർച്ചയായും പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ ആയിരിക്കും. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. When a light ray incident on the mirror parallel to the principal axis should be reflected back through principal focus. അങ്ങനെ പോകും. ഇനി ഈ വന്ന് വീഴുന്ന പാരലലിലെ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ തിരിച്ചു പോവാണ്. ഞാൻ നേരെ തിരിച്ച് അങ്ങോട്ട് പറയുന്നതായിരിക്കാം. ഒരു ലൈറ്റ് റേ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കണ്ണാടിയിൽ ചെന്ന് പതിച്ചാൽ, എവിടെ ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല, പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കണ്ണാടിയിൽ ചെന്ന് പതിച്ചാൽ അത് തിരിച്ചു പോകുന്നത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുമായിരിക്കും. അപ്പൊ അങ്ങോട്ട് പറഞ്ഞതിനെ തിരിച്ച് ഇങ്ങോട്ട് ഇട്ടിരിക്കുകയാണ്. പാരലൽ ആയിട്ട് വന്ന് വീണാൽ തിരിച്ചു പോവുക പ്രിൻസിപ്പൽ ഫോക്കസിലൂടെയാണ്. അപ്പൊ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ ചെന്ന് വീണാലോ പാരലൽ ആയിട്ട് തിരിച്ചു പോയിരിക്കണം. റേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കാര്യം കൂടി ഞാൻ അതിൽ ചേർത്ത് പറയുന്നു. ഒരു ലൈറ്റ് റേ കടന്നു പോകുന്നത് പ്രിൻസിപ്പൽ ആക്സിസിലൂടെ ആണെങ്കിൽ അത് അതേപോലെ തിരിച്ചു പോരും. അതേപോലെ തിരിച്ചു പോരും എന്ന ആരോ മാർക്ക് ഇങ്ങോട്ടാണ്. അപ്പൊ പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ആണെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ പോയി, പ്രിൻസിപ്പൽ ആക്സിലൂടെ തന്നെയാണെങ്കിൽ അതേ ലൈനിലൂടെ തിരിച്ചു വരും. സ്വാഭാവികമായിട്ട് അതും കടന്നു പോകുന്ന ഏതിലൂടെ തന്നെയാണ്? പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ തന്നെയാണ്. മനസ്സിലായല്ലോ? 3 കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞിരിക്കാൻ. 4ാമത്തെ കാര്യം നോക്കുക. ഒരു കണ്ണാടിയിലെ ഒരു കോൺകേവ് മിററിലെ ഒരു ചെരിഞ്ഞ ആംഗിളിൽ പ്രിൻസിപ്പൽ ആക്സുമായിട്ട് ഒരു പ്രത്യേക ആംഗിൾ ഉണ്ടാക്കിക്കൊണ്ട് ലൈറ്റ് വന്ന് പതിച്ചാൽ ആ ലൈറ്റിനെ അത് റിഫ്ലക്ട് ചെയ്യും. വന്നിടിക്കുന്ന ആംഗിളിന്റെ പേര് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I, തിരിച്ചു പോകുന്ന ആംഗിളിന്റെ പേര് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ R. നോക്കൂ, വന്നിടിച്ച അതേ ആംഗിളിൽ തന്നെയായിരിക്കും ഇത് തിരിച്ചു പോയിട്ടുണ്ടാവുക. മനസ്സിലായല്ലോ? ഇപ്പൊ ഒരു ലൈറ്റ് പോളിൽ ചെന്നിടിച്ചു, പോളിൽ നിന്ന് തിരിച്ചുപോയി, വന്നിടിച്ച ആംഗിൾ I, തിരിച്ചു പോകുന്ന ആംഗിൾ R. തീർച്ചയായിട്ടും I എന്തായിരിക്കും? I = R ആയിരിക്കണം. ആ രീതിയിൽ മാത്രമേ അതിന് തിരിച്ചു പോകാൻ സാധിക്കുകയുള്ളൂ. റേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ റേ ഡയഗ്രാം വരയ്ക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഈ വരയ്ക്കുമ്പോൾ ഇമേജ് ഫോർമേഷനിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓർത്തു വെക്കണം. നോർമലിലൂടെ ഒരു ലൈറ്റ് വന്ന് പതിച്ചാൽ, ഇപ്പൊ ഇവിടെ നിന്ന് പുറത്തേക്ക് വരയ്ക്കുന്ന വര നോർമലാണ്. ആ നോർമലിലൂടെ ഒരു ലൈറ്റ് കണ്ണാടിയിൽ ചെന്ന് പതിച്ചാൽ ഏരോ മാർക്ക് അങ്ങോട്ട് കൊടുക്കാം. എങ്ങനെ തിരിച്ചു വരും? അത് അതേപോലെ തിരിച്ചു വരും ഇങ്ങോട്ട്. കാരണം എന്താണ്? നോർമൽ എന്ന് പറഞ്ഞാൽ സർഫസിന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ വന്നിരിക്കുന്ന ലൈറ്റും നോർമലും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 0 ഡിഗ്രിയാണ്. 0 ഡിഗ്രിയിൽ വന്നിടിച്ചാൽ അത് 0 ഡിഗ്രിയിൽ തന്നെ അങ്ങോട്ട് തിരിച്ചു വരണം. അതുകൊണ്ട് നോർമലിലൂടെ കണ്ണാടിയിൽ ചെന്ന് പതിച്ച ലൈറ്റ് അതേ ലൈനിലൂടെ തിരിച്ചു വരും.
അതുകൊണ്ടാണ് പ്രിൻസിപ്പൽ ആക്സിസിലൂടെ ലൈറ്റ് അങ്ങോട്ട് പോയപ്പോൾ എന്ത് ചെയ്തത്? പ്രിൻസിപ്പൽ ആക്സിസിലൂടെ തന്നെ തിരിച്ചു പോകുന്നത്. മനസ്സിലായല്ലോ? അടുത്ത ടോപ്പിക്ക് ശ്രദ്ധിക്കുക. ഈ ചാപ്റ്ററിലെ സ്റ്റാർട്ടിംഗ് ടോപ്പിക് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ചെറിയ ഡെറിവേഷൻ ആണ്. റിലേഷൻ ബിറ്റ്വീൻ റേഡിയസ് ഓഫ് കർവേച്ചർ ആർ ആൻഡ് ഫോക്കൽ ലെങ്ത് എഫ്. ആറും എഫും തമ്മിൽ ഒരു മിററിലുള്ള റിലേഷൻ. ഞാൻ ഈ പറയുന്നത് കോൺകേവ് മിററിനും കോൺവെക്സ് മിററിനും ബാധകമാണ് കേട്ടോ. ഞാൻ ഈ പറയുന്നത് കോൺകേവ് മിററിനും കോൺവെക്സ് മിററിനും ബാധകമാണ്. ഒരു മിറർ വെച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നോക്കൂ, ഒരു കോൺകേവ് മിറർ ഞാൻ എടുത്തിട്ടുണ്ട്. ആ കോൺകേവ് മിററിന്റെ പോളാണ് പി എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ആ കോൺകേവ് മിറർ അസ്യൂം ചെയ്ത ഒരു സ്പിയർ വരച്ചാൽ ആ സ്പിയറിന്റെ സെന്റർ ആണ് സി. അപ്പൊ സെന്ററിൽ നിന്നും പ്രിൻസിപ്പൽ പോളിലൂടെ കടന്നു പോകുന്ന ആക്സിസിന്റെ പേരായിരിക്കും പ്രിൻസിപ്പൽ ആക്സിസ്. സോ സി പി ഈസ് ദ പ്രിൻസിപ്പൽ ആക്സിസ്. നോക്കൂ, സി പി എന്ന് പറയുന്ന ലൈറ്റിന് പാരലൽ ആയിട്ട് ഒരു ലൈറ്റ് റേ, ഞാൻ അതിന് പേര് കൊടുക്കുകയാണ് എക്സ് എന്ന് വിളിച്ചോളൂ. എക്സ് എം എന്ന് പറയുന്നത് ഒരു ലൈറ്റ് റേ ആണ്. അത് കണ്ണാടിയുടെ സർഫസിൽ ഒരു ആംഗിൾ ഉണ്ടാക്കുന്ന രീതിയിൽ വന്ന് പതിച്ചിട്ടുണ്ട്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഏതാ സിമ്പിള്? ഐ. അപ്പൊ അവിടുത്തെ ആംഗിൾ പറയാൻ ഞാൻ സെന്ററിൽ നിന്ന് പുറത്തേക്ക് ഒരു വര വരച്ചു വെച്ചിട്ടുണ്ട്. ഇതിന്റെ പേര് നോർമൽ. സെന്ററിൽ നിന്ന് റേഡിയസിലൂടെ പുറത്തേക്ക് വരുന്ന വരയ്ക്കുന്ന വരകളൊക്കെ സർഫസിന് പെർപെൻഡിക്കുലറാണ്. അപ്പൊ അത് നോർമൽ ആണ്. അപ്പൊ നോർമലുമായി വന്നിടിച്ച ആംഗിള്, ലൈറ്റ് ഉണ്ടാക്കിയ ആംഗിൾ ഐ എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പ്രോസസ് റിഫ്ലക്ഷൻ അല്ലേ? തിരിച്ചു പോകുന്ന ആംഗിൾ എന്ത് വിളിക്കാം? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ. തിരിച്ചു പോകുന്ന ലൈറ്റ് എം എഫ് എന്നുള്ളതാണ് ഞാൻ രേഖപ്പെടുത്തില്ല. എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോയിരിക്കണം. കാരണം എന്താ? വന്നിരിക്കുന്ന ലൈറ്റ് പ്രിൻസിപ്പൽ ആക്സിന് പാരലലാ. അപ്പൊ തിരിച്ചു പോകുമ്പോ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ തന്നെ പോണം. അതുകൊണ്ട് അതിന്റെ ആരോ മാർക്ക് ഇങ്ങോട്ട് കൊടുത്തു. ആംഗിൾ റിഫ്ലക്റ്റഡ് ലൈറ്റും നോർമലും തമ്മിലുള്ള ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആറുമാണ്. സ്വാഭാവികമായിട്ട് ഐ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 6 ആയിരിക്കും. കാരണം പ്രോസസ് റിഫ്ലക്ഷനാ. അതുകൊണ്ട് ഞാൻ ഇതിനെ 6 എന്ന് വിളിക്കുന്നില്ല. ഇതും എന്ത് തന്നെ ഏറ്റെടുക്കുകയാണ്? ഐ തന്നെ ഏറ്റെടുക്കുകയാണ്. ശരിയായല്ലോ? രണ്ടാമത്തെ ലൈറ്റ് റേ പ്രിൻസിപ്പൽ ആക്സിസിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രിൻസിപ്പൽ ആക്സിസിലൂടെ ലൈറ്റ് കടന്നു പോയാൽ എങ്ങനെ തിരിച്ചു വരണം? അതേ പോയിന്റിലൂടെ തിരിച്ചു വരണം. സ്വാഭാവികമായിട്ടും ഈ രണ്ട് ലൈറ്റും പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂട്ടിമുട്ടും. അവിടെ അതിന്റെ ഇമേജ് ഫോം ചെയ്യും. എനിക്ക് പോളിൽ നിന്ന് ഫോക്കസിലേക്കുള്ള അകലമായ ഫോക്കൽ ലെങ്തും പോളിൽ നിന്ന് സെന്റർ ഓഫ് കർവേച്ചറിലേക്കുള്ള അകലമായ റേഡിയസ് ഓഫ് കർവേച്ചറും തമ്മിൽ എന്താണ് റിലേഷൻ എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. മനസ്സിലായല്ലോ? ആ റിലേഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ അറേഞ്ച്മെന്റ് വരുത്തുന്നുണ്ട്. ഈ കണ്ണാടിയുടെ എം എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും, ലൈറ്റ് വന്ന് ഇടിക്കുന്ന പോയിന്റിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ താഴത്തേക്ക് വരച്ചിട്ടുണ്ട്. അപ്പൊ അത് പ്രിൻസിപ്പൽ ആക്സുമായി ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയും 90 ഡിഗ്രി. എന്തിനാണ് ഇങ്ങനെ വരയ്ക്കണമെന്ന് ചോദിച്ചാൽ, ഈ വര വന്ന് നിൽക്കുന്നത് വേണമെങ്കിൽ ഇതിനെ P1 എന്ന് വിളിക്കാം. പക്ഷെ കണ്ണാടി ചെറുതായതുകൊണ്ട് P1ന്റെ വില Pയോട് വളരെ അടുത്തായിരിക്കും. കാര്യമായ വ്യത്യാസമൊന്നുമില്ല. ചിത്രത്തിൽ അത് കാണാൻ വേണ്ടി വലുതാക്കി വരച്ചെന്നേ ഉള്ളൂ. അപ്പൊ P എന്ന് പറയുന്നതിന് തുല്യമായിട്ട് തന്നെ ആരെ വേണമെങ്കിൽ വിളിക്കാം? ഈ P1 എന്ന് പറയുന്ന പോയിന്റിനെ വിളിക്കാം. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഞാൻ P1നെ ഇവിടെ മായ്ക്കാം, ആവശ്യമില്ല. P ഇവിടെ തന്നെ ഉണ്ട് എന്ന് രീതിയിൽ പറയാം. ബിക്കോസ് P ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു P1. ഇങ്ങനെ വരച്ചതുകൊണ്ട് എനിക്കുള്ള ഗുണം എന്താ വെച്ചെങ്കിൽ ഈ ആംഗിളുകൾ വരുന്നതൊക്കെ മട്ട ത്രികോണമായിട്ട് മാറി. അപ്പൊ നിങ്ങൾക്ക് ട്രിഗണോമെട്രിക് റിലേഷൻസ് അതിൽ എളുപ്പത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഈ ചിത്രം ശ്രദ്ധിച്ചാൽ നോക്കൂ, എക്സ് എം എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ. അതിനെ കട്ട് ചെയ്തുകൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ കടന്നുപോയി. അപ്പൊ ഈ ആംഗിളും ഇവിടെ വരുന്ന ആംഗിളിലും വിളിക്കുക ആൾട്ടർനേറ്റ് ആംഗിൾസ് എന്നാണ്. ആൾട്ടർനേറ്റ് ആംഗിൾസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. സോ ദിസ് ഈസ് ഐ. ഇഫ് ദിസ് ഈസ് ഐ, ഡെഫിനറ്റ്ലി ദിസ് ഈസ് ഐ. അങ്ങനെയെങ്കിൽ അടുത്ത നോക്കാം, വീണ്ടും എക്സ് എം തന്നെ എടുക്കാം. പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ആണ്. ഈ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഈ പാരലൽ ലൈൻസിനെ കട്ട് ചെയ്തു പോകുന്ന ലൈനാണ്. ഈ ആംഗിൾ മൊത്തം 2i ആണെങ്കിൽ അതിന് ആൾട്ടർനേറ്റ് വരുന്ന ആംഗിൾ ഇവിടെയാണ്. ഇത് രണ്ടും കൂടി ചേർത്ത ആംഗിള് ഇവിടെ ആൾട്ടർനേറ്റിന് ഈക്വൽ ആയിരുന്നു. അതുകൊണ്ട് ഇത് മൊത്തം 2i ആണെങ്കിൽ ഈ ഭാഗത്ത് വരുന്ന മൊത്തം ആംഗിൾ എത്രയായി? 2i ആയി. അങ്ങനെ വരച്ചത് കൊണ്ട് എനിക്ക് രണ്ട് മട്ട ത്രികോണങ്ങൾ അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഒന്ന്
CMP. അതിന്റെ ആംഗിൾ I ആണ്. വേറൊന്ന് FMP. ഇവിടെ P ആയിട്ട് തന്നെ എടുത്തുള്ളത്. അതിന്റെ ആംഗിൾ 2I ആണ്. ആ ചിത്രത്തിൽ നിന്ന് എനിക്ക് R ഉം F ഉം തമ്മിലുള്ള റിലേഷൻ കണ്ടെത്താൻ പറ്റും. So from figure, tan I is equal to tan theta equation എന്താ? Opposite side divided by adjacent side. അപ്പൊ ഏത് മട്ട ത്രികോണം എടുത്തുള്ളത്? ഇവിടെ എടുത്തിരിക്കുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഏതാ നോക്കൂ. CPM ആണ്. From right angle triangle CPM, tan I is equal to എതിർവശം by സമീപവശം. എതിർവശം ഏതാ അവിടെ? MP by സമീപവശം അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള PC. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ആദ്യത്തെ ട്രിഗണോമെട്രിക് റിലേഷൻ അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയതാണ്. രണ്ടാമത്തെ റൈറ്റ് ആംഗിൾ ഞാൻ എടുക്കുന്നത് FPM ആണ്. എന്തായിരിക്കും FPM-ല്? tan 2I എന്ന് പറയുന്ന ആംഗിൾ കൊടുത്താൽ, കാരണം അവിടുത്തെ ആംഗിൾ I അല്ല, അവിടുത്തെ ആംഗിൾ 2I ആണ്. അപ്പൊ tan 2I കൊടുത്താൽ again opposite side is same, MP divided by adjacent side is this, from pole to principal focus. So it is PF, equation number 2. equation 1-നെ equation 2 കൊണ്ടായിരിക്കുക. equation 1 divided by 2 gives tan I divided by tan 2I is equal to MP by PC divided by MP by PF. നോക്കൂ, ഈ കണ്ണാടി ചെറുതാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ചെറിയ കണ്ണാടിക്ക് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളുകളെല്ലാം ചെറുതായിരിക്കും. ആംഗിൾ ചെറുതാണെങ്കിൽ tan I എന്ന് എഴുതി വെച്ചതിൽ I ചെറുതാണ്. When angle is small, theta is approximately equal to tan theta എന്ന റിലേഷൻ ഉണ്ട്. തീറ്റയുടെ വിലയും tan theta കണ്ടാൽ കിട്ടുന്ന വില ഏകദേശം സെയിം ആണ്. അത് sin theta കിട്ടുന്ന വിലയ്ക്ക് ഈക്വൽ ആണ്. കാരണം ആംഗിളുകൾ ചെറുതായാൽ sin theta tan thetaയ്ക്കും tan theta thetaയ്ക്കും ഈക്വൽ ആയിട്ട് വരുന്നതാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ഇതിനെ tan I എന്ന് എഴുതേണ്ടതുണ്ടോ? ഇല്ല, കാരണം tan I ഇപ്പോ Iക്ക് ഈക്വൽ ആണ്. ഡിവൈഡഡ് ബൈ tan 2I യോ 2I ന് ഈക്വൽ ആണ്. So that equal to MP get cancelled. You rearrange the equation, you get PF by PC. What is PF? Distance from pole to principal focus. പോൾ മുതൽ പ്രിൻസിപ്പൽ ഫോക്കസ് വരെയുള്ള അകലത്തിന്റെ പേര് ഫോക്കൽ ലെങ്ത് എന്നാണ്. അപ്പൊ FI ഡിവൈഡഡ് ബൈ PC, പോൾ മുതൽ സെന്റർ ഓഫ് കർവേച്ചർ വരെയുള്ളത്. പോൾ മുതൽ സെന്റർ ഓഫ് കർവേച്ചർ വരെയുള്ളത് എന്താണ്? റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. ഓക്കെ, ഇവിടെയാണെങ്കിൽ I ക്യാൻസൽ ചെയ്തു. സോ ഫൈനൽ റിസൾട്ട് ഈസ് 1/2 equal to F by R. On cross multiplying you get R is equal to 2F. This is our relation. R is equal to 2F. That is F is equal to R by 2. എന്താണ് റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്തും ഒരു കണ്ണാടിയുടെ തമ്മിലുള്ള റിലേഷൻ? റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതി കണ്ടാൽ ഫോക്കൽ ലെങ്ത് കിട്ടും. F is equal to R by 2. തിരിച്ചു പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത്തിന്റെ ഇരട്ടി കണ്ടാൽ റേഡിയസ് ഓഫ് കർവേച്ചറും കിട്ടിയിരിക്കും. ഓക്കെ, ഈ ചാപ്റ്ററിലെ ഒന്നാമത്തെ ചെറിയ ഡെറിവേഷൻ ആണ് എഴുതി വെച്ചിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു.